അപ്പോൾ എൻ്റെ കുഞ്ഞു ബേബീനെയും ഒക്കത്ത് വെച്ച് എൻ്റെ രാവിലത്തെ പണി അങ്ങ് തുടങ്ങി. നിജുവേട്ടൻ രാവിലെ പോകുന്നതുകൊണ്ട് തന്നെ നിജുവേട്ടൻ്റെ കൂടെ ചായ കുടിക്കാൻ നിൽക്കൂല. നിജുവേട്ടൻ രാവിലെ ചായയും കുടിച്ചങ്ങ് പോവും. അത് കഴിഞ്ഞ് ഞാനും പാറും പിന്നെ കുടിക്കുക. എങ്ങനത്തെ പാത്രത്തിൽ കൊടുത്താലും പാറുവിന് തിന്നാൻ കൊടുത്തതിൻ്റെ പകുതി താഴെ ഉണ്ടാവും. അതുകൊണ്ട് ഇങ്ങനൊരു ബോളിൽ കൊടുത്തു. എന്നിട്ട് അതിൽ ഞാനും കുടിക്കുന്നു. രാവിലത്തെ കഴുകലെല്ലാം കഴിഞ്ഞതിന് ശേഷം പാറൂട്ടി കളിക്കുന്നതും കാണിച്ചു കൊടുത്ത് രുദ്രുവിൻ്റെ കൂടെ കുറച്ചങ്ങ് ഇരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ രുദ്രു ഉറങ്ങിപ്പോയി. ആ സമയം കൊണ്ട് ഞാനൊന്ന് മുടിയും കെട്ടി, അതുപോലെ അലക്കാനും ഇട്ട് തുണിയെല്ലാം ഒന്ന് മടക്കി വെച്ച് കിടന്നൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ രുദ്രു എണീച്ചു. ഒന്നും കൂടി ഉറക്കാൻ പറ്റുമോ നോക്കലായിരുന്നു ഞാൻ. ഉറങ്ങിയൊന്നുമില്ല കേട്ടാ. കക്ഷിനെ ഞാൻ കിടക്കേ കിടത്തി പാറുവിനെ എടുത്താക്കിയിട്ട് ബാക്കി പരിപാടി ഞാൻ തുടങ്ങി. ഇതിനിടയിൽ ചോറും കറിയിൽ ഒരു സൈഡിലൂടെ അങ്ങ് ആകുന്നുണ്ട്. വൈകുന്നേരം പുറത്തു പോകണം. അപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് മാത്രമേ ആക്കേണ്ട കാര്യമുള്ളൂ. നമുക്ക് നാട്ടിൽ പോകാനുള്ള സമയം അടുത്തടുത്ത് വരുത്തായി. അപ്പോൾ ഫുഡ് അടിയെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം പോകുന്ന സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നാളെ വലിയ വീഡിയോയിൽ വരുന്നുണ്ടാവും. അപ്പോൾ ബൈ ബൈ.